Hello. നിങ്ങൾക്ക് പലർക്കും ഈ ട്യൂണ് നല്ല പരിചയം ഉണ്ടാവും അല്ലേ? 2017 ഇറങ്ങിയ മണി ഹൈസ്റ്റ് എന്ന സ്പാനിഷ് സീരീസ്, ഇപ്പൊ നെറ്റ്ഫ്ലിക്സിൽ നമ്മളെല്ലാവരും ഇംഗ്ലീഷിലും സ്പാനിഷിലൊക്കെ കണ്ടുവരുന്ന ആ സീരീസ്, അതിൽ കൂടി ഈ പാട്ടിന് വീണ്ടും ഒരു റിന്യൂഡ് പോപ്പുലാരിറ്റി കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ഈ അടുത്ത കാലത്ത് ഇറ്റലിയിൽ കോവിഡ് സിറ്റുവേഷൻ ഭയങ്കര മോശമായപ്പോൾ അവിടുത്തെ ആൾക്കാർ ബാൽക്കണിയിൽ വന്നിട്ട് പാട്ട് പാടിയ വീഡിയോസ് നമ്മൾ വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭയങ്കര പോപ്പുലറായ ഒരു പാട്ട് ഈ പാട്ടായിരുന്നു. ഈ പാട്ടിൻ്റെ പേര് ബെല്ല ചാവ് എന്നാണ്. എന്നാൽ ഈ പാട്ട് വെറും ഒരു പാട്ടല്ല. ഇന്ന് ഈ പാട്ട് എന്ന് പറയുന്നത് ചെറുത്തുനിൽപ്പിൻ്റെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ്. ഈ ബെല്ല ചാവ് എന്ന പാട്ടിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാനെന്താ ഈ തൊപ്പിയൊക്കെ ഇട്ടിട്ടെന്ന്? കഷണ്ടി കാണിക്കാതിരിക്കാനാണോ? അല്ല, ഇന്ന് നമ്മളൊരു ഇറ്റാലിയൻ സോങ്ങിനെ കുറിച്ചിട്ടാണല്ലോ പറയുന്നത്, അതുകൊണ്ട് വെറുതെ വെച്ചേക്കാന്ന് കരുതി. അതെ, ബെല്ല ചാവ് എന്നുള്ളത് ഒരു ഇറ്റാലിയൻ സോങ് ആണ്. മണി ഹൈസ്റ്റ് എന്ന സ്പാനിഷ് സീരീസിൽ കൂടിയാണ് പലർക്കും ഈ പാട്ട് അറിയുന്നതെങ്കിലും ആക്ച്വലി ഇതൊരു ഇറ്റാലിയൻ സോങ് ആണ്. ഈ പാട്ട് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോന്റെ അവസാനം എൻ്റെ ബ്രസീലിൽ നിന്നുള്ളൊരു ഫ്രണ്ട് 4 ഭാഷകളിലായിട്ട് ഈ പാട്ട് പാടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക. ആള് ബ്രസീലിലാണെങ്കിലും ആള് ഒരു ഇറ്റാലിയൻ സിറ്റിസൺ കൂടിയാണ്. അപ്പോൾ ആ പാട്ട് കാണാൻ മറക്കണ്ട. വീഡിയോന്റെ അവസാനം ആ പാട്ടുണ്ട്. അപ്പോൾ തിരിച്ച് ബെല്ല ചാവിലേക്ക്. എന്താണ് ബെല്ല ചാവ്? ഞാൻ പഴയ വീഡിയോസൊക്കെ സ്റ്റോപ്പ് ചെയ്തത് ചാവ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നല്ലോ. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ചാവ് എന്ന് ഇറ്റാലിയനിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ബൈ അല്ലെങ്കിൽ ഹലോ എന്നാണ് അർത്ഥം. ഞാൻ കഴിഞ്ഞ വീഡിയോ സ്റ്റോപ്പ് ചെയ്തത് ചാവ് ബെല്ലി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ചാവ് ബെല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ബൈ ബ്യൂട്ടിഫുൾ ഗൈസ് ആൻഡ് ഗേൾസ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആക്ച്വലി ഇറ്റാലിയനിൽ ചാവ് ബെല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലോ അല്ലെങ്കിൽ ഗുഡ് ബൈ ബ്യൂട്ടിഫുൾ, ഒരു പെണ്ണിൻ്റെ അടുത്ത് പറയുന്ന ഫോമാണത്. ആണിൻ്റെ അടുത്താണെങ്കിൽ ചാവ് ബെല്ലോ എന്നാണ് പറയുക. നിങ്ങൾ ആരെങ്കിലും ഇറ്റലി പോയിട്ടുണ്ടെങ്കിൽ ഇത് കേട്ട് കാണും. കാരണം ടൂറിസ്റ്റിൻ്റെ അടുത്ത് സാധാരണ ഇറ്റലിക്കാർ വിളിച്ചു പറയുന്ന ഒരു കാര്യമാണിത്. ആരും അവിടെ പോയി കഴിഞ്ഞാലും ചാവ് ബെല്ല അല്ലെങ്കിൽ ചാവ് ബെല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇറ്റാലിയൻ ആയതുകൊണ്ട് എൻ്റെ പ്രൊനൗൺസിയേഷൻ ചിലപ്പോൾ തെറ്റായിരിക്കാം. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഇറ്റാലിയൻ ഫ്രണ്ട് ഉണ്ട്, നീക്കോയുടെ ബ്രദർ ഈ ചാവ് ബെല്ല അല്ലെങ്കിൽ ചാവ് ബെല്ലോ എങ്ങനെ പറയേണ്ടതെന്ന് നമുക്കിപ്പോൾ കാണിച്ചു തരും. Ciao bella. Ciao bello. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് ഇറ്റാലിയനിൽ ശരിക്കും ചാവ് ബെല്ല അല്ലെങ്കിൽ ചാവ് ബെല്ലോ എന്ന് പറയേണ്ടതെന്ന്? ഈ ചാവ് ബെല്ലോ അല്ലെങ്കിൽ ചാവ് ബെല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമസ്കാരം സുന്ദരി അല്ലെങ്കിൽ നമസ്കാരം സുന്ദര എന്നർത്ഥം വരും. നമുക്ക് ഇറ്റലിക്കാരനെ കൊണ്ട് നമ്മൾ മലയാളം പറയിപ്പിച്ചാലോ? അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. Namaskaram sundari. Namaskaram sundara. ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ചാവ് ബെല്ല അല്ലെങ്കിൽ ചാവ് ബെല്ലോ എന്ന് പറയേണ്ടതെന്നും എന്താണ് അതിന്റെ അർത്ഥം എന്നും മനസ്സിലായില്ലേ? ഇനി ആ പാട്ടിന്റെ ചരിത്രത്തിലേക്ക് കിടക്കാം. ഈ പാട്ടിന്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഇത് ആദ്യമായിട്ട് ഈ പാട്ട് വരുന്നത് 19-ാം നൂറ്റാണ്ടിലാണ്. 19-ാം നൂറ്റാണ്ടിലെ ഇറ്റലിയുടെ നോർത്ത് ഇറ്റലിയിലെ പോ വാലി എന്ന സ്ഥലത്താണ് ഈ പാട്ട് ആദ്യമായിട്ട് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അക്കാലത്ത് ഇതൊരു പ്രൊട്ടസ്റ്റ് സോങ് ആയിട്ടാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അവിടെ ആ കാലത്തെ നെൽപ്പാടങ്ങളിൽ വർക്ക് ചെയ്യുന്ന മൊണ്ടീന വിമൻ എന്ന് പറഞ്ഞ വിമൻ, അതായത് മൊണ്ടീന എന്ന് വാക്ക് വരുന്നത് മോണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഞാറ് നടലില്ലേ, അതിനാണ് ഇറ്റാലിയനിൽ മോണ്ട എന്ന് പറയുന്നത്. അങ്ങനെ മോണ്ടീന എന്ന് പറഞ്ഞാൽ ഈ ഞാറ് നടന്ന പെണ്ണുങ്ങൾ. അപ്പോൾ അവരാണ് ഈ പ്രൊട്ടസ്റ്റ് സോങ് ആദ്യമായിട്ട് കൊണ്ടുവന്നത്. കാരണം ഈ ഞാറ് നടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവർ ഒരു ദിവസം മുഴുക്കെ മുട്ടുവരെ വെള്ളത്തിലാണ് പണിയെടുക്കുന്നത്. നടുവൊക്കെ മടക്കി ലോങ് വർക്കിംഗ് അവേഴ്സ് ആയിരുന്നു അവർക്ക്. അത് മാത്രമല്ല, ഇത്രയും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിരുന്നെങ്കിലും അവരുടെ വർക്കിംഗ് കണ്ടീഷൻസ് വളരെ മോശമായിരുന്നു. അത് മാത്രമല്ല, പേ വളരെ കുറവായിരുന്നു. നമ്മുടെ നാട്ടിലെ ജന്മികളെ പോലെ ആ കാലത്ത് ഇറ്റലിയിൽ ഉണ്ടായിരുന്ന ജന്മികൾ, അവരെ വിളിച്ചുകൊണ്ടിരുന്ന പേരാണ് പദ്രോണി. ഈ പദ്രോണികൾക്കെതിരെ പ്രതിഷേധമായിട്ട് വന്ന ഈ മൊണ്ടീന വിമൻ പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ടായിരുന്നു ഈ ബെല്ല ചാവ് എന്ന പാട്ട്. അങ്ങനെയാണ് ഈ ബെല്ല ചാവ് എന്ന പാട്ട് ഒറിജിനേറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ പാട്ട് ഇത്രയും പോപ്പുലർ ആവാനുള്ള കാരണം ഈ മൊണ്ടീന വിമന്റെ സ്റ്റോറി അല്ല. പകരം 1943 മുതൽ 1945 വരെ ഇറ്റലിയിൽ ഉണ്ടായിരുന്ന ദ റെസിസ്റ്റൻസ്, ലാ റെസിസ്റ്റൻസ എന്ന് പറഞ്ഞ ചെറുത്തുനിൽപ്പ്, അതിന്റെ പോരാളികൾ, അതായത് നമ്മൾ പാർട്ടിസൻസ് ഇപ്പം വിളിക്കുന്ന അല്ലെങ്കിൽ പാർട്ടിജാനി എന്ന് ഇറ്റാലിയനിൽ വിളിക്കുന്ന
ആ റെസിസ്റ്റൻസ്, ആ പോരാളികൾ, ഇറ്റലിയിലെ ഫാഷിസത്തിനെതിരെ പോരാടിക്കൊണ്ടിരുന്ന ആ പോരാളികൾ, അവർ ഈ പാട്ടിനെ ഫാഷിസത്തിനെതിരായിട്ടുള്ള ഒരു പാട്ടാക്കി മാറ്റി. അതാണ് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ബെല്ല ചാവ് എന്ന പാട്ട്. എന്താണ് ഈ എപ്പിസോഡ് ഞാൻ ഇപ്പം ചെയ്യാനുള്ള കാരണം? ആക്ച്വലി ഈ എപ്പിസോഡ് 2 ദിവസം മുമ്പ് വരേണ്ടിരുന്ന ഒരു എപ്പിസോഡായിരുന്നു. ചില ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് കാരണമാണ് ഇത് 2 ദിവസം കൂടി പുഷ് ചെയ്യേണ്ടി വന്നത്. 2 ദിവസം മുമ്പ് എന്ന് പറയുന്നത് ഏപ്രിൽ 25 ഏപ്രിൽ 25 എന്ന് പറയുന്നത് ഇറ്റലിയിൽ ഫെസ്റ്റ ഡെല്ല ലിബറാജിയോണി എന്ന് പറഞ്ഞ ഒരു ഹോളിഡേ ആണ്. അതായത് ലിബറേഷൻ ഡേ എന്ന് പറയുന്നൊരു നാഷണൽ ഹോളിഡേ ആണ് ഇറ്റലിയിൽ എല്ലാ ഏപ്രിൽ 25. ഇപ്രാവശ്യം എന്ന് പറയുന്നത് 2020 ഏപ്രിൽ 25 എന്ന് പറയുന്നത് ഈ ലിബറേഷൻ ഡേയുടെ 75ാമത്തെ ആനിവേഴ്സറി ആണ്. അതായത് 75th ഫെസ്റ്റ ഡെല്ല ലിബറാജിയോണി ആയിരുന്നു മിനിയാന്ന് നടന്നത്. അതിനനുബന്ധിച്ചാണ് ഈ വീഡിയോ ഞാൻ ഇറക്കാൻ ഉദ്ദേശിച്ചതും ബെല്ല ചാവുന്ന പാട്ടിനെ കുറിച്ചൊരു എപ്പിസോഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അല്ല, അപ്പോൾ എന്താണ് ഇറ്റാലിയൻ ലിബറേഷൻ ഡേ? അതായത് ഇറ്റലിയിൽ ഒരു ഫാഷിസ്റ്റ് ഗവൺമെന്റ് ആയിരുന്നു, അതായത് ബെനീറ്റോ മുസോളിനിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഫാഷിസ്റ്റ് ഗവൺമെന്റ് ആയിരുന്നു ഇറ്റലി ഭരിച്ചുകൊണ്ടിരുന്നത് 1920 മുതൽ 1940 കാലഘട്ടത്തിൽ. ആ ഫാഷിസ്റ്റ് ഗവൺമെന്റിന്റെ 23 വർഷക്കാലം ഇറ്റലി ഭരിച്ച ആ ഫാഷിസ്റ്റ് ഗവൺമെന്റിന്റെ അവസാനവും നാസി ജർമ്മനി ഇറ്റലി ഒക്യുപ്പൈ ചെയ്ത ആ കാലഘട്ടത്തിന്റെ അവസാനവും കമ്മമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലിബറേഷൻ ഡേ ഇന്നുള്ളത്. 1945 ഏപ്രിൽ 25 ഇറ്റലി ഈ ഫാഷിസ്റ്റ് ഗവൺമെന്റിൽ നിന്നും മോചിതമായെന്നും നാസി ജർമ്മനിയുടെ ഒക്യുപ്പേഷനിൽ നിന്നും മോചിതമായെന്നും അനൗൺസ് ചെയ്തത്. അതുകൂടാതെ അതേ ദിവസം തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അഡോൾഫ് ഹിറ്റ്ലറിനെ വരെ ഇൻസ്പയർ ചെയ്ത ഒരു ഡിക്റ്റേറ്റർ ആയിരുന്ന ബെനീറ്റോ മുസോളിനിയുടെ വധശിക്ഷ അനൗൺസ് ചെയ്തതും അതേ ദിവസം തന്നെയായിരുന്നു. ഈ ഇറ്റാലിയൻ ലിബറേഷൻ ഡേയെ കുറിച്ച് കുറച്ചും കൂടി പറയാൻ വേണ്ടിയിട്ട് എൻ്റെ ഇറ്റാലിയൻ ഫ്രണ്ട് നീക്കോ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വരുന്നതാണ്. നീക്കോക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം. Hello everybody, greetings from Italy. Ciao. Today is the 25th of April and it's national holiday here. It's the so-called Festa della Liberazione, which means Liberation Day. What do we celebrate today? Well, we celebrate the anniversary of the liberation from fascism and Nazi occupation, which happened in 1945 at the end of World War II. To tell you a couple of words more, we celebrate several things at the same time, actually. We celebrate, of course, the end of a dictatorship, fascism, that lasted more than 20 years. We also celebrate the end of the Nazi occupation that happened during World War II when Germany invaded Italy for almost 2 years. But we also celebrate the end of World War II because the 25th of April 1945 is the day when the so-called Resistenza, so the resistance movement of Italy, the so-called partigiani, the partisans who were fighting the civil war against fascism and Nazi occupation, together with the Allies who were freeing Italy from the south till the north, so the US, the UK, Soviet Union side. Well, that's the day when the resistance movement declared the insurgency, and within 1 week, all Italy was freed around the 1st of May. So that's basically the end of World War II for us. Not only, it's also the celebration of the moment that happened just a few years later when we finally reached democracy and became a republic. Ciao. നീക്കോക്ക് പറയാനുള്ളത് എന്താണ് നമ്മളിപ്പോൾ കേട്ടല്ലോ. നീക്കോയുടെ ഗേൾ ഫ്രണ്ട് ആണ് നേരത്തെ പറഞ്ഞ മറീന. മറീന ബ്രസീലിൽ നിന്നും നമ്മൾ ചാനൽ 42യുടെ ഓഡിയൻസിന് വേണ്ടി സ്പെഷ്യലായിട്ട്, ചാനൽ 42ന്റെ വ്യൂവേഴ്സിന് വേണ്ടി സ്പെഷ്യലായിട്ട് 4 ഭാഷകളിൽ, അതായത് പോർച്ചുഗീസിൽ, സ്പാനിഷിൽ, ഇറ്റാലിയനിലും പിന്നെ ഇംഗ്ലീഷിലും ആയിട്ട് ഈ ബെല്ല ചാവ് എന്ന പാട്ട് പാടാൻ പോവുകയാണ്. നിങ്ങളത് കേൾക്കുക. Oh bella ciao, bella ciao, bella ciao, ciao, ciao. Essa manhã eu acordei, descobri invasor. Companheiro, quero ir contigo. Oh bella ciao, bella ciao, bella ciao, ciao, ciao. Compañero, quiero ir contigo porque
siento aquí morir. And if I'm dying, defending freedom, oh bella ciao, bella ciao, bella ciao, ciao, ciao. If I'm dying, defending freedom, you're the one who's bearing me. E seppellire lassù in montagna, oh bella ciao, bella ciao, bella ciao, ciao, ciao. Seppellire lassù in montagna, sotto l'ombra di un bel fiore. E questo è il fiore del partigiano. Oh bella ciao, bella ciao, bella ciao, ciao, ciao. Questo è il fiore del partigiano, morto per la libertà, morto per la libertà, morto per la libertà. മറീന നിങ്ങൾക്ക് വേണ്ടി പാടിയ ആ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇന്ന് ബെല്ല ചാവുന്നത് വെറും ഒരു പാട്ടല്ല, അത് ചെറുത്തുനിൽപ്പിന്റെ ഒരു പ്രതീകമാണ്, സ്വാതന്ത്ര്യത്തിന്റെ ഒരു പര്യായമാണ്. കഴിഞ്ഞ ബ്രസീലിന്റെ ഇലക്ഷനിൽ ഇപ്പോഴത്തെ ബ്രസീലിന്റെ പ്രസിഡന്റായ ബോൾസനാരോ ഇലക്ഷന് നിന്നപ്പം അതിനെതിരെ ഒരു വമ്പിച്ച പ്രതിഷേധം ഉണ്ടായിരുന്നു. എലേനാവ് എന്നായിരുന്നു ആ പ്രതിഷേധത്തിന്റെ പേര്, അതായത് നോട്ട് ഹിം, അങ്ങേരെ വേണ്ട എന്ന് ജനങ്ങൾ പറഞ്ഞുകൊണ്ട് നടത്തിയ ഒരു പ്രതിഷേധ റാലിയുടെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഈ ബെല്ല ചാവ് എന്നുള്ള പാട്ടായിരുന്നു. ഫൺ ഫാക്ട്, ഇതേ എക്സ്ട്രീം റൈറ്റ് വിങ് ബോൾസനാരോ ആയിരുന്നു നമ്മുടെ ഇന്ത്യയുടെ ഈ വർഷത്തെ റിപ്പബ്ലിക് ഡേ ചീഫ് ഗസ്റ്റ്. ആടിപ്പൊളി. അത് മാത്രമല്ല, 2019 കൊളംബിയയിൽ നടന്ന ആന്റി ഗവൺമെന്റ് പ്രൊട്ടസ്റ്റിന്റെയും ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഈ ബെല്ല ചാവ് പാട്ട് തന്നെയായിരുന്നു. അപ്പോൾ ഈ ബെല്ല ചാവ് വേറൊരു പാട്ടല്ല, ഇറ്റലിയിലെ പഴയ ഫാഷിസ്റ്റ് പാർട്ടിയുടെ പിൻഗാമി എന്ന് വിളിക്കാവുന്ന ഒരു പാർട്ടിയാണ് ലീഗ. അവർ ഈ പാട്ട് പല മുനിസിപ്പാലിറ്റിയിലും നോർത്ത് ഇറ്റലിയിൽ ബാൻ ചെയ്യാൻ നോക്കി. അതെ, അവർക്ക് പേടിയാണ് ഈ പാട്ട്. ഫാഷിസവും മറ്റുള്ള അനീതികളും ലോകത്തെമ്പാടും നമ്മുടെ ഇന്ത്യയിലും കൂടി വരുന്ന ഈ കാലത്ത് നമുക്കും പാടാം ചെറുത്തുനിൽപ്പിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പര്യായമായ ഈ പാട്ട്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇതുപോലുള്ളൊരു അടിപൊളി എപ്പിസോഡായിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. അനീതിക്കെതിരെ റെസിസ്റ്റൻസിന്റെ അല്ലെങ്കിൽ ലാ റെസിസ്റ്റൻസയുടെ ഭാഗമായി നമ്മളെല്ലാവരും ശബ്ദം ഉയർത്തേണ്ടതുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എൻ്റെ ടീഷർട്ടിൽ എഴുതിയ പോലെ യുണൈറ്റഡ് വി സ്റ്റാൻഡ്, ഡിവൈഡഡ് വി ഫോൾ. സോ ലെറ്റ് സ്റ്റാൻഡ് യുണൈറ്റഡ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തംസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടമായില്ലെങ്കിൽ ഇതും വർക്ക് ചെയ്യും. ഇതുപോലുള്ള കൂൾ വീഡിയോസ് ഇനിയും കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ബെൽ അയക്കണം. അപ്പോൾ നമുക്ക് കാണാം. Ciao bella, ciao bello, ciao belli.